3 ഡിഫറെൻറ്റ് പാറ്റേണിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ച് സൂട്ട്സിൻ്റെ കളക്ഷൻസ് നമ്മളിന്ന് കാണിക്കുന്നത്. 3 ഡിഫറെൻറ്റ് ഫാബ്രിക്കാണ്, 3 റേഞ്ചാണ് വരുന്നത്. ഒരെണ്ണം വന്നിരിക്കുന്നത് ഇത് കണ്ടോ, ബ്രഷ് പെയിൻറ്റിങ് പോലെ വന്നിട്ട് അതിലേക്ക് കുഞ്ഞ് ചിക്കൻസ് വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോന്ന് പറയാം. 1520 റേഞ്ചാണ് കേട്ടോ. ഇതൊരു ഫാബ്രിക്ക്. പിന്നെ വരുന്നത് ഇതൊരു സെമി മൊഡാൽ ഫാബ്രിക്കാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ. അതിൽ ഫുൾ ഫ്ലോറൽ പ്രിൻറ്റഡ് വന്നിട്ടുള്ള സെറ്റ്സാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1895 റേഞ്ച്. ആൻഡ് ഇതൊരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള 1250 റേഞ്ചിൽ ഇതുപോലെ യോക്കിൽ ഫുൾ ത്രെഡ് വർക്കും ബീഡ് വർക്കും കൂടെ, ത്രെഡ് വർക്ക് അല്ല ബീഡ് വർക്ക്, ത്രെഡ് വർക്കും ഉണ്ട്. ത്രെഡ് വർക്ക് ആൻഡ് ബീഡ് വർക്ക് ചെയ്തിട്ടുള്ള യോക്കുമായിട്ട് വന്നിട്ടുള്ള സെറ്റ്സാണ് കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക, www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. പിന്നെ നമ്മുടെ നമ്പേഴ്സ് വരുന്നത് 8075551153 ആൻഡ് 9562251075. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഫോർ ദ വ്യൂവേഴ്സ് ഔട്ട്സൈഡ് കേരള, ഇഫ് യു ലൈക്ക് ടു ബുക്ക് എനി ഓഫ് ദീസ് കളക്ഷൻസ്, പ്ലീസ് ലോഗ് ഓൺ ടു അവർ സൈറ്റ്, ദറ്റ് ഈസ് www.glitzindia.in ആൻഡ് ബുക്ക് ത്രൂ ദ സൈറ്റ് ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് ഇതൊരു സോഫ്റ്റ് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള സെറ്റ്സാണ്. 1250 ആണ് റേറ്റ് വരിക. യോക്കിൽ നല്ല ഭംഗിയുള്ളൊരു വർക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ ഫാബ്രിക് കാണാൻ ശരിക്കും ഒരു ജൂട്ട് സിൽക്കിൻ്റെ ഒരു ഫീലാണ് ഫാബ്രിക് കാണുമ്പോൾ. പക്ഷേ ഇത് ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കാണ് കേട്ടോ. ദുപ്പട്ട ബ്യൂട്ടിഫുൾ ദുപ്പട്ട വിത്ത് പ്രിൻറ്റ്, നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻറ്റ്. ഇങ്ങനത്തെ ഫാബ്രിക്കൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. കളറൊന്നും പോലെ നിങ്ങൾക്ക് നോർമൽ വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന സെറ്റാണ്. ഫസ്റ്റ് വൺ ഇതുപോലെ കളർ കോമ്പിനേഷൻ ആണെങ്കിൽ ഒരു റെയർ ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഗ്രേപ്പ് വൈൻ്റെ ഡാർക്ക് ടോൺ എന്ന് പറയാം. നല്ല ഭംഗിയുള്ള ഗ്രേപ്പ് വൈൻ അല്ല, ശരിക്കും ഓണിയൻ പിങ്കിൻ്റെ ഡാർക്ക് ടോൺ. യോക്കിൽ നല്ല ഭംഗിയുള്ള വർക്ക്. ദുപ്പട്ടയുടെ ആ സെയിം വർക്ക് തന്നെ യോക്കിൽ വന്നേക്കുന്നത്. സിമ്പിളായിട്ട് ഒരു നെക്കെടുത്ത് തയ്ച്ചാൽ മതി, കാരണം ഓൾറെഡി യോക്ക് ഉള്ളതുകൊണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട. നോർമൽ ലൈനിങ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഹാൻഡ് വാഷ് ചെയ്യാവുന്നതാണ്. കളറൊന്നും ബ്ലീഡ് ആവുന്ന ഫാബ്രിക് അല്ല. നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ആ ഒരു വീവിങ് പാറ്റേൺ ആണ് അതിൻ്റെ ഒരു ഭംഗി. ശരിക്കും ഒരു ജൂട്ട് സിൽക്കിലൊക്കെ നമ്മൾ പണ്ട് വന്നിട്ടില്ലേ, അതുപോലത്തെ ഒരു ലുക്കാണ് കേട്ടോ സെറ്റിന്. ഭയങ്കര ക്ലാസി ലുക്ക്. ആൻഡ് ദുപ്പട്ട ഇതുപോലെ ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് കളർ ഗ്രേയിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. യോക്കിൽ നല്ല ഈ ഒരു സ്ക്വയർ ട്രയാങ്കിൾ ഷേപ്പ് യോക്ക് കൊടുത്തിട്ട്, റെക്റ്റാങ്കിൾ ഷേപ്പ് യോക്ക് കൊടുത്തിട്ട് അതിലേക്ക് ഫുൾ വർക്ക് ചെയ്തേക്കുക. ദുപ്പട്ട ഇതുപോലെ ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. 1250 റേഞ്ച്. ഇനി വരുന്നത് ഇതൊരു നോയിൽ കോട്ട പോലത്തെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇതിൻ്റെ ദാമൻ ഏരിയയിലാണ് വർക്ക് വന്നേക്കുന്നത്. 1520 റേഞ്ച്. ഞാൻ വർക്ക് നേരത്തെ കാണിച്ചായിരുന്നല്ലോ. ഇത് കണ്ടോ, ത്രെഡ് വർക്കും ചെറിയ സീക്വൻസ് വർക്കും കൂടെ റിച്ചായിട്ട് ചേരുന്നുണ്ട്. നോയിൽ കോട്ട പോലത്തെ ഒരു നെറ്റ് കോട്ടയൊക്കെ വരില്ലേ, അതുപോലത്തെ ഒരു ഫാബ്രിക്കാണ്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ, സറ്റിൽ എലഗൻ്റ് ആയിട്ടുള്ള കളർ. ആൻഡ് ദുപ്പട്ട ബ്യൂട്ടിഫുൾ ദുപ്പട്ട വിത്ത് ഫ്ലോറൽ പ്രിൻറ്റഡ്. മിഡിൽ പോർഷനിൽ ആ ഒരു വർക്ക് വരുന്നുണ്ട്. ക്ലാസി ആയിട്ടുള്ള സെറ്റാണ്, ക്ലാസി കളറുമാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതൊരു ഗോൾഡൻ കളർ എന്ന് പറയും. നല്ലൊരു ബേജെന്നോ ഗോൾഡൻ എന്നൊക്കെ പറയും. ഫ്ലവർ ഉണ്ടോ, നല്ല രസമുള്ള പാറ്റേണാണ് ഞാൻ പോർഷനിൽ വന്നേക്കുന്നത്. റേറ്റ് വരുന്നത് 1520 റേഞ്ച്. നല്ല ഭംഗിയുള്ളൊരു കളർ. ആൻഡ് ദുപ്പട്ട ബ്യൂട്ടിഫുൾ ദുപ്പട്ട വിത്ത് പെയിൻറ്റിങ്സ്, ക്ലാസി ആയിട്ടുള്ള സെറ്റാണ്. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് കളർ വരുന്നത് പിങ്ക്, ലൈറ്റ് പിങ്ക്, ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, ഫാബ്രിക് നല്ല സോഫ്റ്റാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. നല്ല ഭംഗിയുള്ള വർക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ ക്ലോസ് ചെയ്ത് കാണിക്കാം. ആൻഡ് ദുപ്പട്ട ഇതുപോലെ ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. ഇനി വരുന്നത് ഇതൊരു സെമി മൊഡാൽ പോലത്തെ ഒരു ഫാബ്രിക്കാണ്. 1895 റേറ്റ്. ഇതിനകത്തേക്ക് ബൂട്ടി ഡിസൈൻ വന്നിട്ടുണ്ട്. ഒരു സെറി വീവിങ് പാറ്റേണിലും കൂടെയാണ് ആ ഫാബ്രിക്കിനകത്തേക്ക് ഡിസൈൻ പോയിരിക്കുന്നത്. നല്ലൊരു റിച്ച് ലുക്കുണ്ട് കേട്ടോ ഇതിന്. യോക്കിൽ ചെറിയൊരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ട് ബട്ടൺ കൊടുത്തേക്ക്. ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ഇതിൽ സീക്വൻസ് വർക്കും ഗോൾഡൻ ബൂട്ടി ഡിസൈനുമുള്ള ദുപ്പട്ട. അത്യാവശ്യം ചെറിയൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സോഫ്റ്റ് ഫിനിഷ്, നല്ല ജോർജറ്റ് കിടക്കുന്ന പോലെ ഫ്ലോയി ആയിട്ട് കിടക്കും. ആൻഡ് കളറും നല്ല അടിപൊളി കളർ. നെക്സ്റ്റ് വൺ 1895 റേഞ്ച്. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്, ചിനോൺ ഫാബ്രിക് ഇല്ലേ അതുപോലത്തെ അതിൻ്റെ ഒരു
സെമി എന്ന് പറയാം, ചിനോൻ്റെ മൊഡാലൊക്കെ പോലെ അങ്ങനത്തെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ഫിനിഷിൽ ഷേപ്പിൽ കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ്. ആൻഡ് ദുപ്പട്ട, ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ദുപ്പട്ടയിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. സൈഡിൽ സീക്വൻസ് വർക്കും മിഡിൽ പോർഷനിൽ നല്ലൊരു വർക്ക് ചെയ്തേക്കുന്ന ബോട്ടം ഇങ്ങനെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.